എന്താ ആൻസി ഇത്? ഇതാണ് നിന്നെ കൊണ്ട് ഞാൻ മോളെ കാണാൻ എപ്പോഴും വരാത്തത്. അനുമോളുടെ വിഷമം സണ്ണിയും കണ്ടതല്ലേ. എനിക്ക് മോളെ പിരിഞ്ഞ് നിൽക്കാൻ വയ്യ. അവളെ നാട്ടിൽ നിർത്തി പഠിപ്പിച്ചാൽ മതിയായിരുന്നു. നീ ഇങ്ങനെ തൊട്ടാവാടിയായാലും എങ്ങനെയാ? ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, ഒരു പ്രായം വരെയെങ്കിലും കുട്ടികൾ ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചാലേ ഒരു ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഓ പിന്നെ ഒരു ഡിസിപ്ലിൻ. ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കേണ്ട പെമ്പിളെ. പിന്നതേ 5-6 ദിവസമായിട്ട് കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ് കേട്ടോ. ഇങ്ങോട്ട് നീങ്ങരുത്. ഒന്ന് ചുമ്മാ അതിരി സണ്ണി. ഡ്രൈവ് ചെയ്യുമ്പോഴാണോ ഇതൊക്കെ? അതെ, ഡ്രൈവ് ചെയ്യുമ്പോഴല്ലേ എന്റെ സുഖം. ഷീ ഈസ് ഓൾ റൈറ്റ്. മെന്റൽ ഷോക്ക് കൊണ്ടുള്ള ഗിഡിനെസ് ആണ്. ഫോർ സേഫ്റ്റി സേക്ക് നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാം. പേടിക്കാനൊന്നുമില്ല. ഇൻട്രാവെർട്ടിബ്രൽ ഡിസ്കിൽ ഒരു ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ട്. അല്പം ഒന്ന് മാറിയിരുന്നെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയനെ. ചിലപ്പോൾ 2 കാലുകളും തളർന്നു പോയെന്ന് വരും. ഏതായാലും 3-4 മാസമെങ്കിലും പൂർണ്ണമായ ബെഡ് റെസ്റ്റ് ആവശ്യമാണ്. ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് സെക്സ്വൽ റിലേഷൻസ് തീരെ ഒഴിവാക്കണം. എന്താ ചേച്ചി ഇത് കൂടാൻ കഴിച്ചേ? മതി, വായിക്ക് ഒരു രുചിയും തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ മോളെ? ആന്റിബയോട്ടിക് കഴിക്കുന്നല്ലേ, ഭക്ഷണം കഴിക്കാതെ ക്ഷീണം കൂടത്തേ ഉള്ളൂ. എത്ര പറഞ്ഞാലും ചേച്ചിക്ക് മനസ്സിലാവത്തില്ല അപ്പച്ച. കൊച്ചു കുട്ടികളെ പോലെ വാശിയാ. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണെന്നറിയോ ഇത്രയെങ്കിലും. ആ സോണി, നീ കുറച്ച് ദിവസത്തേക്ക് കൂടി ഇവിടെ തന്നെ നിൽക്ക്. 1-2 മാസമെങ്കിലും വളരെ ശ്രദ്ധിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? അവൾക്ക് എക്സാം എടുത്ത് വരികയല്ലേ അപ്പച്ച? അതിനെന്താ, പഠിത്തം ഇവിടെ ഒന്നും ആകാമല്ലോ. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ വേറെ ആരാ ഉള്ളത്? സണ്ണിക്ക് നിന്നെ നോക്കി എപ്പോഴും ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? എന്തിന്, ഒന്ന് ബാത്റൂമിൽ പോണെങ്കിൽ പോലും ഒരാളുടെ സഹായം വേണ്ട അവസ്ഥയല്ലേ ഇപ്പോ? കൈ കിട്ടിയതായിരുന്നു. നൂലിയുടെ വ്യത്യാസത്തിൽ അവൻ രക്ഷപ്പെട്ടത്. അധികം താമസിയാതെ അവൻ ഞങ്ങളുടെ വലയിൽ തന്നെ വന്ന് വീഴും. അതായത് വെടി വെച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പൊ പുലി അങ്ങ് വന്ന് വീഴേണ്ട താമസമേ ഉള്ളൂ അല്ലേ? എടോ, പോലീസിനെ അങ്ങനെ അങ്ങ് ഊതാതെ. പിന്നെ ഈ ജാഫറും അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഓ, അങ്ങനെ ഇപ്പൊ പേടിക്കാൻ പോയ ഈ കോട്ടൂരി കളഞ്ഞ വല്ല സെമിനാരിയിലും പോയി ചേരേണ്ടി വരും. എന്തായാലും തനിക്കിപ്പോ പ്രൊട്ടക്ഷൻ തരേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. ഐ മീൻ 2 കോൺസ്റ്റബിൾസിനെ തന്റെ വീട്ടിൽ ഡ്യൂട്ടിക്കിടാൻ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ വീടെന്താ മന്ത്രി മന്ദിരോ? സണ്ണി, പോലീസുകാരെ അവിടെ ഇട്ടാൽ തന്റെ പ്രൈവസി നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, താൻ സർക്കാരിന് വേണ്ടപ്പെട്ട ആളായി പോയില്ലേ? അതൊക്കെ ശരിയാ, എന്നാലും എന്നെ കൊണ്ട് മേല. ഇങ്ങനെയായാലും എങ്ങനെ എന്റെ ആൻസി? നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് വല്ല മഹാസംഭവം മറ്റോ ആണോ? ചേർത്ത് ധൈര്യമായിട്ടിരിക്കെ, ബാക്കി നിങ്ങൾ ഏറ്റന്നേ. എന്നെ കൊണ്ട് മേലാന്നേ. ഇങ്ങനെ പേടിച്ചാലോ? ഡോക്ടർ പറഞ്ഞത് ചേച്ചിയും കൂടെ കേട്ടതല്ലേ? എപ്പോഴും ഇങ്ങനെ കിടക്കെ തന്നെ കിടന്ന എന്തോ ഒരു മൊണോട്ടണസാ. പിന്നെ നീ വെറുതെ ഓരോന്നാലോചിച്ച് കൂടി ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കും. നിന്റെ മെന്റൽ കണ്ടീഷൻ എനിക്കറിഞ്ഞൂടെ? ഇതേലാകുമ്പോ ഒന്നും ഇല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യാലോ. അത് ഞാൻ പിടിച്ച് നടന്നോളാം. എന്നാൽ ഇതേ കയറാൻ മേല. അയ്യേ എന്റെ ചേട്ടത്തി, ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് മനുഷ്യനെ പിടിച്ചു തിന്നുന്ന യന്ത്രമൊന്നുമല്ല. ഇറ്റ്സ് എ വെരി ഓർഡിനറി വീൽ ചെയർ, യു നോ. ലുക്ക്, ഐ ആം ഗോയിങ് ടു ഡെമോൺസ്ട്രേറ്റ്. പ്ലീസ്. ഇപ്പൊ ചേർത്തി ഞാൻ അസുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ചേർത്തി ഈ 2 കൈകൾ ഇതിലിങ്ങനെ കുത്തിയിട്ട് ബാക്ക് എടുത്ത് മെല്ലെ ഇതിൽ വെച്ചിട്ട്
സണ്ണി. പ്ലീസ്. നോ സണ്ണി, ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? ഡോക്ടർമാർ അങ്ങനെ പലതും പറഞ്ഞ് പേടിപ്പിക്കും. ഇപ്പൊ നിനക്ക് ഒരു പ്രോബ്ലംസും ഇല്ലല്ലോ. പ്ലീസ് സണ്ണി, ഇനിയും കോംപ്ലിക്കേറ്റഡ് ആയി സഹിക്കേണ്ടത് ഞാനാ. ഒരു കോംപ്ലിക്കേഷനും ഇല്ല, നീ വന്നേ. വീട്. സണ്ണിക്ക് സണ്ണിയുടെ കാര്യം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ല. ഹലോ, എന്നതാ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ രാത്രിയിൽ മഞ്ഞും കൊണ്ട് ആരെങ്കിലും ഇവിടെ വന്നിരിക്കോ? നേരെ എത്രയെന്നാ സണ്ണിച്ചാന്റെ വിചാരം?
പോയി കിടന്നേ. ഞാൻ ഈ കഥ ഒക്കെ ഒന്ന് അടയ്ക്കട്ടെ. വേണ്ട, സോണി പോയി കിടന്നോളൂ, ഞാൻ പിന്നെ കിടന്നോളാം. മനസ്സിലായി. എന്നതാ ആൻസിക്കുട്ടിയായിട്ട് പിണങ്ങിയോ? ഏയ് പിണക്കോ? എന്ത് പിണക്കോ? നിങ്ങൾ രണ്ടാളുടെ ഈ ഇണക്കവും പിണക്കവും ഒക്കെ എനിക്കറിയാവുന്നതല്ലേ. സണ്ണിച്ചാനിങ് വന്നേ. ചേച്ചിയായിട്ടുള്ള പിണക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. വന്നേ. വേണ്ടെന്നേ. എന്നാ പിന്നെ ഞാൻ ചേച്ചിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്നേ. വേണ്ടാന്ന്. എന്താ ചിരിക്കുന്നേ? വീഴണമല്ലോ. നിനക്ക് എന്തെങ്കിലും ചിമാല് കൂടുതൽ. എന്റെ കാര്യം. അപ്പോ എന്നതാ തീരുമാനം? രാത്രി മുഴുവൻ ഉറക്കൊളിച്ച് ഇവിടെ തന്നെ ഇരിക്കാനാണോ? ഒരു കണക്കിന് അതും നല്ലതാ. പുതിയ നോവലിന്റെ വല്ല തീമും കിട്ടിയാലോ? ഞങ്ങളെ പോലുള്ള വായനക്കാർ രക്ഷപ്പെട്ടല്ലോ. പിന്നെ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ വല്ലതും വേണമെങ്കിൽ പറഞ്ഞേക്കണം. ഞാൻ റെഡി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സോണി, ഏയ് സോണി. ചേച്ചി, ഇതെങ്ങനെയുണ്ട്? സണ്ണിച്ചാനി ഷർട്ട് നല്ല ചേർച്ചയായിരിക്കും അല്ലേ? എന്താ ചേച്ചി? ഒന്നുമില്ല. അയ്യോ, ഇതെന്നാ പറ്റി? ചേച്ചിക്ക് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ ചെയ്യാൻ? എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ? എന്നും എന്റെ കാര്യങ്ങൾ നോക്കാൻ നിനക്കാവില്ലല്ലോ. ഓ അങ്ങനെ. ഞാൻ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. ചേച്ചി വല്ലാതെ മാറിയിരിക്കുന്നു. എന്നാത്തിനാണ് ഇത്ര ടെൻഷൻ? എന്റെ ടെൻഷൻ മുഴുവൻ നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോഴാ. എന്നെ കുറിച്ചോ? എന്നാ പറ്റി? നീ ഇങ്ങനെ എത്ര നാളെന്ന് കരുതി ഇവിടെ നിൽക്കും? അല്ല, നീ ഇവിടെ ഉള്ളത് എനിക്കൊരു സഹായം തന്നെ. പക്ഷേ ഞാൻ കാരണം നിന്റെ ഭാവി നശിക്കരുത്. എന്നുവെച്ചാ? നീ നിന്റെ പഠിത്തത്തിൽ ഇപ്പൊ തീരെ സീരിയസ് അല്ല. ഹേയ്, അത് ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. എന്റെ സബ്ജക്റ്റിന്ന് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിച്ചോ, ആൻസർ റെഡി എന്ന് പറഞ്ഞ് നടന്നു. റിസൾട്ട് വരുമ്പോ കാണാം. അപ്പച്ചന്റെ പ്രതീക്ഷ മുഴുവൻ നിന്നില്ല. എനിക്കോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് സണ്ണിച്ചാനെ വളച്ചെടുക്കാൻ പോയിട്ടല്ലേ? നീ തമാശകളാ. എന്റെ അസുഖം ഇപ്പൊ വളരെ ഭേദമുണ്ടല്ലോ. നിനക്കാന്നെ എക്സാമും അടുത്ത് വരികയല്ലേ. ഇനി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന നല്ലത്. ഇവിടെ അന്നേ ചുമ്മാ കളിച്ചിരിച്ച് നടക്കത്തേ ഉള്ളൂ. പരീക്ഷ കഴിഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കാലോ. സംടൈംസ് യു ആർ വെരി സെൻസിബിൾ. സത്യം പറഞ്ഞാ ഞാനിത് എങ്ങനെ ചേച്ചിയോട് അവതരിപ്പിക്കുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ആക്ച്വലി ഐ ഫീൽ വെരി മൊണോട്ടനസ് ഹിയർ. തന്നെയുമല്ല, നിങ്ങളുടെ സ്വർഗത്തിൽ ഞാനൊരു കട്ടുറുമ്പു ആണല്ലോ. ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ കൊടുത്തോളാം. ഓക്കെ. നീ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം എന്തായാലും നോക്ക്. എനിക്ക് ഓഫീസിൽ പോ നേരമായി. സോണി, ആഹാ, ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? നീ ഇതങ്ങോട്ടാ? ഹോസ്റ്റലിലേക്ക്. ഇത്ര പെട്ടെന്നോ? ഇന്ന് പോയാ നാളെ മറ്റന്നാൾ ഹോളിഡേസ് അല്ലേ. എനിക്ക് ആ പെൻഡിങ് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും പറ്റും. സണ്ണിച്ചാൻ ഓഫീസിൽ പോകുമ്പോ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്താ? അതിന് സണ്ണി ഇപ്പൊ പോയതല്ലേ ഉള്ളൂ. അയ്യോ, സണ്ണിച്ചാൻ ഇത്ര നേരത്തെ പോയോ? ഒന്ന് യാത്ര പോലും പറയാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല, ഞാൻ പറഞ്ഞോളാം. ആട്ടെ, നീ ഇപ്പൊ എങ്ങനെ പോവും? അതിനെന്നാ, ഒരു ഓട്ടോ പിടിച്ചു പോയാ പോരെ. ഇനി ഇവിടെ നിന്നാ 10:30 മണിയുടെ ട്രെയിൻ മിസ്സാകും. എക്സ്ക്യൂസ് മീ, ഓട്ടോ റെഡി? ഞാനും റെഡി. വാ. ഹേയ് പ്രേംകാന്തി, ഇത് എങ്ങോട്ടാ? ട്രിവാൻഡ്രം വരെ. കാലിക്കറ്റ് പോകുന്നെന്ന് പറഞ്ഞിട്ട്? ഓ, ഞാൻ ആ പോക്കൊക്കെ അങ്ങോട്ട് മാറ്റി. ട്രിവാൻഡ്രത്ത് പോയിട്ട് എനിക്ക് നേരിട്ട് ചിലരെ കാണാനുണ്ട്. ഞാൻ കൂടി ഉണ്ടെങ്കിൽ സോണിക്ക് ട്രിവാൻഡ്രം വരെ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ. ഒറ്റയ്ക്ക് പോയാ എന്നെ ആരും പിടിച്ച് തിന്നതൊന്നുമില്ല. എന്നെ പ്രതി പ്രേംകാന്തി ട്രിവാൻഡ്രം വരെ വന്ന് ബുദ്ധിമുട്ടണമൊന്നുമില്ല. ഏയ്, സോണിക്ക് ബോറടിക്കാതിരിക്കാനേ നമുക്ക് എന്തെല്ലാം സീരിയസ് ഇൻട്രസ്റ്റ് മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട്. ഐ മീൻ TV. ജസ്റ്റ് TV എങ്ങാനൊരു വാക്ക് മിണ്ടിയ ആ നിമിഷം ഞാൻ ട്രെയിനിൽ നിർത്തി ചാടും. എന്റെ ഈശോയെ ചതിക്കല്ലേ. TV പോയിട്ട് ഒരു സിംഗിൾ ടീ പോലും ഞാൻ പറയത്തില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. പോട്ടെ. പ്ലീസ് കം 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 കം. ബൈ ചേച്ചി. ബൈ.